മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞ റിവേഴ്സ് റെമിറ്റൻസ് എന്ന വാക്ക് ഇപ്പോൾ വലിയ ചർച്ചയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉണ്ടാകുന്നത്. എന്താണ് റിവേഴ്സ് റെമിറ്റൻസ്? അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ്? ഇതാണ് ബോണസ് കണ്ടന്റ് പരിശോധിക്കുന്നത്. സാധാരണ ഇത്തരം നിർവചനങ്ങളൊക്കെ വരുന്നത് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പൈസ അയക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ശരിക്കും ആ ഒരു ടേം തന്നെ പലപ്പോഴും സംശയം ഇടവരുത്തുന്നതാണ്. റിവേഴ്സ് റെമിറ്റൻസ് എന്നതിനോടൊപ്പം തന്നെ ഇതൊക്കെ ഒന്ന് ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവം തോന്നും. പക്ഷെ അതിൽ പ്രയോഗിച്ച വാക്കുകൾ അതാണ് വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ സമ്പദ്ഘടനയിലെ ഓരോ സാമ്പത്തിക ചലനങ്ങളിൽ ഇവരാണ് പണിയെടുക്കുന്നത്. അതെ, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് തികച്ചും സാമ്പത്തികമായിട്ടുള്ള കുറേ എലമെന്റ് ഉണ്ട് എന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നിയമസഭയിൽ പറയുമ്പോൾ, അതും ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് ഒഫീഷ്യലാവാണ്. നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു ധനകാര്യ വിദഗ്ധനാണ് എന്നുള്ളതാണ് പൊതുചിത്രം. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ അതിന് കണ്ണുടച്ച് കേട്ടിരിക്കാൻ കുറേ പേരുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സാമ്പത്തിക വിദഗ്ധനാണ്, പഠിച്ചു പറയുന്ന ആളാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന്. അപ്പോൾ ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്ന സംഗതി, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവരുടെ നാടുകളിലേക്ക് അയക്കുന്ന സംഭവം ശരിക്കുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഏതാണ്ട് 40 ലക്ഷത്തോളം അതിഥിതൊഴിലാളികൾ ഇവിടെയുണ്ട് എന്നതാണ് പൊതുവിലെ കണക്ക്. അപ്പോൾ അവരെങ്ങനെയായാലും നാട്ടിലേക്ക് അയക്കുമല്ലോ. അപ്പോൾ പക്ഷേ ഇദ്ദേഹം ഇത് ഒരു വലിയ വിപത്തായിട്ട് പറയുമ്പോൾ അത് അത്രത്തോളം യാഥാർത്ഥ്യമുണ്ടോ അതിൽ? ഒന്ന്, റിവേഴ്സ് റെമിറ്റൻസ് എന്നുള്ളതിൻ്റെ നിർവചനം പ്രധാനമാണ്. റെമിറ്റൻസും റിവേഴ്സ് റെമിറ്റൻസും നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്, എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് രാമു, ശ്യാമും. രാമു വിദേശത്ത് ഞാൻ പഠിക്കാൻ അയക്കുന്നു. ശ്യാമു ആണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യാണ്. അപ്പോൾ ഈ ശ്യാമു നമുക്ക് പൈസ ഇങ്ങോട്ട് അയക്കണേനെയാണ് നമുക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുകയാണ്, നമ്മുടെ വീട്ടിലേക്കും സമ്പദ്ഘടനയുടെ ഭാഗമാകണം. അതാണ് റെമിറ്റൻസ് എന്നുള്ളത്. റിവേഴ്സ് റെമിറ്റൻസ് എന്ന് വെച്ചപ്പോൾ, എനിക്ക് രാമുവിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പൈസ ഒരു മാസം 20,000 25,000 രൂപ വെച്ചിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പൊതുവിൽ പറയാം. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വ്യത്യാസമാണ്. ഇവിടെ വി ഡി സതീശൻ ജൂലൈ 5-ാം തീയതി ഇങ്ങനെ നിയമസഭയിൽ പറയുമ്പോൾ ഈ റിവേഴ്സ് റെമിറ്റൻസ് ഉള്ള വാക്ക് പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ആ ഒരു നിർവചനത്തിൽ വരുമോ എന്നുള്ളതാണ്. കാരണം കേരളം എന്നുള്ളത് ഒരു സംസ്ഥാനം മാത്രമാണ്. സാധാരണ ഇത്തരം നിർവചനങ്ങളൊക്കെ വരുന്നത് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പൈസ അയക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. കേരളം എന്നൊരു സംസ്ഥാനമാണെന്നും ഇവിടെയുള്ള നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് എല്ലാവരും ഇന്ത്യയിലെ പൗരന്മാരാണെന്ന് എവിടെ വേണമെങ്കിൽ താമസിക്കാമെന്നൊക്കെ നമ്മുടെ ഭരണഘടന ഉറപ്പ് തരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് ഈ പൈസ അങ്ങോട്ട് പോകുന്നു എന്ന് ആരോപിക്കാൻ പറ്റുക എന്നുള്ള ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന ഈ വാക്ക് അത് കൃത്യമാണ്. ഒരു കുടിയേറ്റ തൊഴിലാളികൾ എന്ന് തന്നെയാണ് പറഞ്ഞത്. വളരെ കൃത്യമായിട്ടുള്ള വാക്കാന്ന് പറഞ്ഞു. പക്ഷേ ചില നിർവചനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞ സർക്കാരാണ് നമുക്ക് അതിഥി തൊഴിലാളികൾ എന്നുള്ള പേര് നമുക്ക് പഠിപ്പിച്ചു. ഈ അതിഥികളാണോ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. ശരിക്കും ആ ഒരു ടേം തന്നെ പലപ്പോഴും സംശയം ഇടവരുത്തുന്നതാണ്. അതിഥികളല്ലല്ലോ. നമ്മൾ ഒരു ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നവരെ ഒരു സംസ്ഥാനത്ത് വേറൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ അവർ അതിഥികളല്ല, അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരെന്ന് പറയാം. അപ്പോൾ ഈ നിർവചനങ്ങളിൽ പെടുന്ന പോലെയുള്ള ചില സീനോഫീബിക് കണ്ടന്റ് ഈ ഒരു ടേമിൽ വരുന്നുണ്ട്. റിവേഴ്സ് റെമിറ്റൻസ് എന്നതിനോടൊപ്പം തന്നെ ഇതൊക്കെ ഒന്ന് ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവം തോന്നുന്നു. അപ്പോൾ നമ്മൾ റെമിറ്റൻസും റിവേഴ്സ് റെമിറ്റൻസും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇത്തരം ചില കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് 2018 മൈഗ്രേഷൻ സർവേ എന്താണ് വെളിപ്പെടുത്തിയത് എന്നതും കൂടി ആവാണ്. കാരണം കേരളത്തിലേക്കുള്ള പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് 2 തരത്തിലാണ് പോകുന്നത് ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ. ഒന്ന്, നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ പഠിക്കാൻ അയക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്നുള്ളത്. അത് വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ വലിയൊരു ആശങ്ക ഉയർത്തുന്ന ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് പണം പോകുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ കുറച്ചും കൂടി നമുക്ക് ആശങ്കപ്പെടുത്തേണ്ടത് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക്
എങ്ങനെയാണ് പൈസ പണം പോകുന്നത് എന്നതൊക്കെ സംബന്ധിച്ചിട്ടാണ്. അതൊക്കെ ഈ മൈഗ്രേഷൻ സർവേയിൽ 2018 മൈഗ്രേഷൻ സർവേയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ വരുന്നത് എന്നുള്ളത്. പ്രതിവർഷം ഏകദേശം 40,000 കോടി രൂപയാണ് അന്യസംസ്ഥാനത്തേക്ക് നമ്മുടെ ഇവിടുത്തെ കുടിയേറ്റ തൊഴിലാളികൾ പണം അയക്കുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാവുന്നതാണ് പ്രവാസി മലയാളികൾ എന്നുള്ളത്. പ്രവാസി മലയാളികൾ ഏകദേശം 2.16 ലക്ഷം കോടി രൂപയുടെ പണം ഇങ്ങോട്ടാണ് അയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു താരതമ്യ പഠനം കൂടി നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു സമ്പദ്ഘടന, അതിലേക്ക് ഒരു പണം വരുന്നു, കുറച്ച് പണം അങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഏകദേശം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഒരു ആനുപാതികമായിട്ട് വളരെ കുറവ് മാത്രമാണ് നമ്മൾ ഈ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇവരിനെ ഈ ഒരു കള്ളിയുടെ ഉള്ളിലാക്കിക്കൊണ്ട് ചിത്രീകരിക്കേണ്ട ഉണ്ടോ എന്നുള്ള സംശയം കൂടി. ഒരു ഡൊമസ്റ്റിക് പിന്നെ റെമിറ്റൻസ് എന്ന് പറയാലോ ഇതിന്, ഡൊമസ്റ്റിക് ആയിട്ട്. ഇപ്പോൾ ഇതിൽ വി ഡി സതീശൻ്റെ ഈ പ്രസ്താവനയിൽ ഇതേ മുമ്പ് ഇത് നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവുമ്പോൾ. അന്ന് ഒരു ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ അന്ന് പിന്നെ അതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇത് നിയമസഭയിൽ പറയുമ്പോൾ, അതും ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് ഒഫീഷ്യലാവുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രസ്താവനയിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ പറയുന്ന പ്രധാന വാദം ഇത് പഠിക്കും എന്നാണ് പറഞ്ഞത്. ഒരു വിഷയമുണ്ട്, അത് പഠിക്കും എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇതൊരു പിന്നെ ഹെയ്റ്റോ അങ്ങനെയുള്ള ഉണ്ടാക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്നു. പക്ഷെ അതിൽ പ്രയോഗിച്ച വാക്കുകൾ അതാണ് വലിയ പ്രശ്നമാണ്. കാരണം ഒന്ന്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ അടിത്തറ ഇളക്കും, അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ പ്രശാന്തൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികൾ വിദേശത്തേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയുന്നവരുണ്ട് കുറേ പേര് വീടും സ്ഥലവും പണയം വെച്ചിട്ട് ഇവിടുത്തെ പൈസ എടുത്തിട്ടാണല്ലോ പഠിക്കാൻ പോകുന്നത്. അത് ശരിക്കും ഒരു പിന്നെ റിവേഴ്സ് റെമിറ്റൻസ് ആണല്ലോ. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു സമ്പത്ത് വിദേശത്ത് കൊണ്ടുപോകുന്നു, അവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് വരുമായിരിക്കും. അതല്ല അതിൻ്റെ ഇത്. വി ഡി സതീശൻ പറയുന്നു ഇവർ മൈദയും ഉള്ളിയും കുറച്ച് മദ്യവും വാങ്ങാനാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ ഉപയോഗിക്കുന്ന പൈസ ബാക്കിയൊക്കെ കൊടുക്കുകയാണ്, GPay വഴി അയക്കുകയാണെന്ന്. അവർ ഇവിടെ ജീവിക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സാധനം വാങ്ങുന്നതും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ ഇതാക്കുന്നതാണ്. ഏറ്റവും വലിയ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, കാരണം ഇവർ പണിയെടുക്കാൻ വന്നതാണ്. നമ്മുടെ സമ്പദ്ഘടനയിലെ ഓരോ സാമ്പത്തിക ചലനങ്ങളിൽ ഇവരാണ് പണിയെടുക്കുന്നത്. അതൊക്കെ മെറിറ്റായിട്ട് കണക്കാക്കി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മൂല്യം കൂടി കണക്കാക്കണ്ടേ? തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ കാര്യം ജസ്റ്റ് നമുക്ക് പരിശോധിക്കാവുന്ന സംഭവം രാഷ്ട്രീയപരമായിട്ട് നമുക്കിതിനെ കാണാം. ഒന്ന്, അതായത് കഴിഞ്ഞൊരു 3 മാസത്തിന് ഇടയ്ക്ക് 3 വർഷമല്ല, വർഷങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു നെറേറ്റീവിന്റെ ഒരു ഭാഗം കൂടിയായിട്ട് ഇത് വേണമെങ്കിൽ വിശദീകരിക്കും. ജസ്റ്റ് അവരുടെ ഔദ്യോഗിക പത്രമായിട്ടുള്ള ജന്മഭൂമി എടുക്കുക. ഈയിടെ തന്നെ വളരെ രൂക്ഷമായിട്ട് അതിഥി തൊഴിലാളികളെ ഭീകരരായി ചിത്രീകരിച്ചുകൊണ്ട് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പരമ്പരകൾ എഴുതാണ്, എഡിറ്റോറിയൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു അടിസ്ഥാനമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബംഗ്ലാദേശ് സ്വദേശിയായിട്ടുള്ള ഒരാളെ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യണേണ്ട്. പക്ഷെ അതിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു നെറേറ്റീവ് അവർ സൃഷ്ടിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതുമായി വേണമെങ്കിൽ കൂട്ടി വായിക്കാവുന്നതും കൂടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് തികച്ചും സാമ്പത്തികമായിട്ടുള്ള കുറേ എലമെന്റ് ഉണ്ട് എന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളൊക്കെ വീടുകളിലെ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള കുട്ടികൾ പോവുകയാണ്, മറ്റ് ഇതിലേക്ക് പോവുകയാണ്. അതിന് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു 30 മുതൽ 80 ലക്ഷം വരെയെങ്കിലും അവർ ചെലവിടണം. സ്വാഭാവികമായിട്ട് അവിടെ അവരുടെ താമസം അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ ചെലവുകൾ, ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് കടം സ്വാഭാവികമായിട്ട് ഈ വീട്ടുകാർ, അതായത് കേരളത്തിനകത്തുള്ള വീട്ടുകാർ വർഷങ്ങളുടെ കടബാധ്യതയായിട്ട് അത് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളുടെ വിപണിയിലേക്ക് ഒഴുകുന്ന പൈസയാണ് ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് അതും കൂടി വിഷയമാക്കേണ്ടതാണ്. കാരണം ഒരു ദീർഘകാലത്തേക്ക് ഒരു 5 വർഷത്തേക്കുമുള്ള ഒരു കടബാധ്യത നമ്മുടെ വീട്ടകങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു
കുട്ടീനെ വിദേശത്തേക്ക് അയക്കുമ്പോൾ അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് അതും കൂടി നമുക്ക് പരിശോധിക്കേണ്ടത്. അവരുടെ വിദ്യാഭ്യാസം നമ്മളുടെ ചെലവിൽ വരുന്നു, എല്ലാം കഴിഞ്ഞ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന സംഭവം തന്നെ അവരുടെ എല്ലാ ചെലവെടുത്തതിന് ശേഷം അവർ പോകുന്നു. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. പ്രവാസി എന്നുള്ള ഒരു കൺസെപ്റ്റും തന്നെ മാറി വരുന്നു. അറിയാലോ, അതായത് ഗൾഫ് മേഖലയിലേക്കുള്ള പ്രവാസികളുടെ പണം നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകുകയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ളത് പണം ഇങ്ങടല്ല വരുന്നത്. സ്വാഭാവികമായിട്ട് ആ ആ ഒഴുക്ക് ഒരു ഫ്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ അവർ തിരിച്ചു വരുന്നില്ല, അവർ താമസമാവുന്നു, അവർ കുടുംബമായിട്ട് താമസിക്കുന്നു. അപ്പോൾ നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ വിദേശത്ത് പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു ലൈഫിലെ ഒരു വലിയൊരു ഭാഗം അധ്വാനത്തിൻ്റെ പണം അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുകയും അതിൻ്റെ തിരിച്ച് ആ മണി ഇങ്ങോട്ട് കിട്ടാതെയാവുകയും ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഭാവിയിൽ പോലും വരാൻ പോകുന്നത് സ്വാഭാവികം. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു 50 ലക്ഷം ചെലവാക്കി വിദേശത്തേക്ക് ഒരു പിന്നെ മലയാളി യുവാവ് പിന്നെ സ്ഥിരമായിട്ട് അങ്ങ് പോയി കഴിയുന്നതിനേക്കാൾ വലുതാണോ ഒരു അതിഥി തൊഴിലാളി ഒരു 10 കൊല്ലം പണിയെടുത്ത് ഒരു 10 ലക്ഷം രൂപ നാട്ടിലേക്ക് അയക്കുന്നത് പ്രശ്നമുണ്ട്. ആ ചോദ്യമാണ് ഇതിൽ മറ്റൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗം കുറേ കാലമായിട്ട് ഈ അതിഥി തൊഴിലാളികളെ ഒരു ഭീകരരായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ശരിക്കും ഇതിൽ പിന്നെ വി.ഡി. സതീശൻ പറഞ്ഞ ഒരു ഇതിൽ ചിന്തിച്ചാൽ നമുക്ക് പിന്നെ ഇത് വേറൊരു രീതിയിൽ മാറ്റിയെടുക്കാം. കാരണം നമ്മൾക്കേറെ ഈ തമിഴ് വംശജരൊക്കെ കുറേ കാലം മുമ്പ് തന്നെ ഈ മലേഷ്യ സിംഗപ്പൂരൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ സ്ഥിരം താമസമായി. ഇപ്പോൾ മലേഷ്യൻ സിറ്റിസൺ തമിഴൻ. കാരണം ഇത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ പിന്നെ തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് പിന്നെ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്, മലയോര മേഖലകളിലേക്ക് കുടിയേറ്റം ഉണ്ടായി. അവർ ആ നാട്ടുകാരായി മാറുകയാണ്. ശരിക്കും നമ്മൾ ഇന്ത്യയിലെ ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അവർ ശരിക്കും നമ്മൾ മലയാളികളല്ല, അവരെ കേരളക്കാരായി മാറ്റുക എന്നുള്ള ഒരു പ്രോസസ്സ് വേണമെങ്കിൽ ആലോചിക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ വരില്ലേ? അതായത് നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പിൽ വയോജനങ്ങൾ കൂടി വരികയാണ്, യുവജനങ്ങൾ കുറഞ്ഞു വരികയാണ്. കൂടാതെ ഉള്ളവര് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുക. സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് ഈ കുടിയേറ്റക്കാർ നമ്മുടെ ജനതയിലേക്ക് അസിമിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. കാരണം അവർ വന്നത് നമ്മളുടെ ഒരു ജോലി തട്ടിക്കളഞ്ഞിട്ടല്ല, നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായ ജോലി വിടവാണ്. നമ്മുടെ യുവജനങ്ങൾ മറ്റ് ജോലികൾ അന്വേഷിച്ച് പോവുകയോ മറ്റ് രാജ്യത്തേക്ക് പോവുകയോ മറ്റു സംസ്ഥാനത്തേക്ക് പോകുന്ന വിടവിലേക്കാണ് ഇവർ വരുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അതിഥി തൊഴിലാളി വെച്ചാൽ അവരുടെ ശമ്പളത്തിന് 1/3 ഇവിടെ ചിലവാക്കുന്നുണ്ട്. ഏകദേശം 247 കോടി രൂപയോളം ഒരു വർഷം ഒരാൾ എടുത്താൽ മതി. 40 മുതൽ 45 ലക്ഷം തൊഴിലാളികളുണ്ട്. അവര് ഒരു ദിവസം പ്രധാനമായിട്ടും അവർ ചെലവിടുന്നത് ലോട്ടറി വിൽക്കാനും ചപ്പാത്തി വിൽക്കാനും. ചപ്പാത്തി എന്ന് പറയുമ്പോഴാണ് വി.ഡി. സതീശൻ പറഞ്ഞു ചപ്പാത്തിയും സവാള എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള അസമോ ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും നോക്കൂ, ബംഗാൾ, അവിടെ അരിയാണ് അവിടുത്തെ പ്രധാന ഭക്ഷണം. അവര് അരിയുള്ള ഗ്രാമത്തിലാണ്, ഒന്നും വേണ്ട. നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ റേഷൻ കട. നമ്മൾ വീടിനടുത്തുള്ള റേഷൻ കടയ്ക്കുമ്പോൾ അവർ ക്യൂ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ റേഷൻ കടയുടെ കൂടി ഭാഗമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ബാർബർ ഷോപ്പിൽ അവരെ കാണാം, പിന്നെ എല്ലാം കാണാം. അത് അവർ പതുങ്ങിയ അസിമിലേറ്റ് ചെയ്യപ്പെടും നമ്മുടെ ജനതയെ. നമുക്കത് നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഇപ്പൊ ഗ്രാമപ്രദേശ സ്കൂളുകളിൽ തന്നെ അതിഥി തൊഴിലാളിയുടെ മക്കള് പഠിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. പിടിച്ചു നിർത്തുന്നത് പല സ്കൂളുകളുടെയും പിടിച്ചു നിർത്തുന്നത് ഈ അതിഥി തൊഴിലാളികളല്ലേ. സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ ജനതയുടെ ഭാഗമായിട്ട് അസിമിലേറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ അത് ശരിക്കും നമ്മളെ ഇതിൽ ആശങ്കപ്പെടുന്നില്ല. അങ്ങോട്ട് അയക്കുന്ന പണം എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ ഇങ്ങനെ ഒരു അബ്സോർബ് ചെയ്യാൻ, അവരെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുമല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ അത് സതീശൻ സൂചിപ്പിച്ചു. ഒരു പദ്ധതി തയ്യാറാക്കുക, ഇതൊക്കെ ആവണം. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഇവരെ നമ്മളുടെ എന്ത് സാമ്പത്തിക പ്രത്യാഘാതമാണ് നമ്മുടെ ലോക്കൽ സർക്കിളിൽ, നമ്മുടെ സാമ്പത്തിക സംക്രമണത്തിൽ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കുക. ഈ റൊട്ടേഷൻ ഓഫ് മണി, അപ്പോൾ അത് പരിശോധിച്ചിട്ട് എന്ത് നടപടിയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെയുള്ള ചില ചർച്ചകളിൽ, അതായത് പ്രവാസി നയം, കുടിയേറ്റ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ വിഷയമാവേണ്ട സംഭവമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ 2 ഭാഗം 3-ൽ 2 ഭാഗമെങ്കിലും അങ്ങോട്ട് അയക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർ നമ്മളുടെ
ജനതയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ നമ്മുടേതായിട്ട് സമ്പത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ഇത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ജോലിയുടെ വിടവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ പിന്നെ ഒരു വിഭാഗം പഠിച്ച് പിന്നെ കുറച്ചും കൂടി സ്റ്റാറ്റസ് കൂടിയ ജോലി വേണം എന്നുള്ള ആ ഒരു അവസ്ഥയാണല്ലോ ഇങ്ങനെ ഉണ്ടായത്. അല്ലെ പാരമ്പര്യ തൊഴിലുകൾ ചെയ്യില്ല എന്നുള്ളൊരു ഇതൊക്കെ. പക്ഷെ നമുക്ക് ഈ ജോലികളെ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്താൽ ഒരു പിന്നെ അല്ലെ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചിന്തിക്കണ്ടേ ഇവിടെയുള്ള യുവാക്കളെ സംബന്ധിച്ച്. അതുകൂടി ചെയ്താലേ ഇവർ വരുന്നത് കുറക്കണം എന്നാണെങ്കിൽ ആ രീതിയിലല്ലേ ചിന്തിക്കേണ്ടത്. അതെ, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നേ അങ്ങനെ ഒരു മാറ്റം തൊഴിൽ രംഗത്തുണ്ട് സ്വാഭാവികമായിട്ട്. അങ്ങനെയാണെങ്കിൽ സാങ്കേതിക വിദ്യയും കൂടി നമ്മൾ കൂട്ടി വായിക്കണം. AI പോലെയുള്ള സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിസ്പ്ലേസ്ഡ് ആകുന്ന ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രവാസം ഗൾഫ് പോലെയുള്ള ചില പ്രവാസ മേഖലകളിൽ നിന്ന് നയവ്യത്യാസം ഉണ്ടാവുന്നത്. നമ്മൾ ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. പല വിദേശ രാജ്യങ്ങളും നയം ഘടിപ്പിക്കുകയാണ്, സ്വദേശിവൽക്കരണം വരികയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് ഇവിടെ ഒരു ഇടം വേണ്ടി വരും. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയുള്ള സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് എങ്ങനെയായാലും നമ്മളൊരു നയത്തിൻ്റെ കൂടി ഭാഗമാവേണ്ടത്. അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് സതീശൻ്റെ ഭാഷയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിൻ്റെ കടുപ്പമാണോ, ഇത് മറ്റൊരു രീതിയിലാണ് എടുത്തത്. മറ്റേ AP സുന്നി വിഭാഗമൊക്കെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്ന് അതൊക്കെ ആയിരുന്നു വാർത്ത. പക്ഷേ പിന്നെ ഒരു പഠനമാണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമാണോ എന്നുള്ളത് വ്യക്തമായിട്ടുമില്ല. ഇപ്പം ഇങ്ങനെ ഒരു ടേംസ് കോയിൻ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറം അതിങ്ങനെ പൊതുസമൂഹത്തിൽ ചർച്ചയാകുകയാണ്. അപ്പോൾ ഇതിൽ ആത്യന്തികമായിട്ട് നമുക്ക് പൊതുവിൽ ആ ചിത്രം നോക്കിയാൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അതിഥി തൊഴിലാളികൾ വേണം. കാരണം ഇവർ പിന്നെ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, വേറെ പിന്നെ വിദേശത്തുനിന്ന് വരുന്നവരൊന്നുമല്ല. അപ്പോൾ അവരെ നമുക്ക് ഇതാക്കാൻ കഴിയില്ല. കാരണം ബാംഗ്ലൂർ IT ഫീൽഡിൽ മലയാളികളാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. അവർ പണം അയക്കുന്നുണ്ട് കേരളത്തിലേക്ക്. അങ്ങനെ നമ്മുടെ പല നാട്ടിലും ചരിത്ര പശ്ചാത്തലം മലയാളികളാണല്ലോ പ്രവാസികൾ കൂടുതൽ പറയുന്നത്. അവര് പണം അയക്കുന്നത് നാട്ടിലെ സമ്പദ് വ്യവസ്ഥയെ താങ്ങിയിരുന്നത്. അപ്പോൾ ഇതൊരു തെറ്റായി കാണാൻ പറ്റില്ല. പക്ഷെ ഇതിനെ നമ്മളെങ്ങനെ മോഡേണൈസ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ ഇതിന് എന്ത് പദ്ധതി ആവിഷ്കരിക്കുന്നു എന്നുള്ളതായിരിക്കും സതീശൻ ഉദ്ദേശിച്ചത്. അല്ല, അത് നല്ല കാര്യമാണ്. സ്വാഭാവികമായിട്ട് പ്രാദേശിക സമ്പദ്ഘടന, അതിൻ്റെ സർക്കുലേഷൻ ഓഫ് മണി, ഇവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം, ഇതൊക്കെ സമഗ്രമായി നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു നയം രൂപീകരിച്ച് വളരെ നല്ലതാണ്. അതാണ് ആവശ്യം. കേരളത്തിന്റെ സമൂഹം മാറുന്നത് അറിയുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ധ്വനിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെ ആണെങ്കിൽ. അതായത് സതീശന്റെ വാക്ക് വിശ്വസിക്കാമെങ്കിൽ അങ്ങനെയായിരിക്കും. റിവേഴ്സ് റെമിറ്റൻസ് വളരെ സങ്കീർണമായ പ്രശ്നമാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഈ റിവേഴ്സ് റെമിറ്റൻസ് വിഷയത്തിൽ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.